ആലപ്പുഴയിൽ മാത്രമല്ല ആശങ്ക, എറണാകുളത്ത് പറവൂരിലും ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ കുമാരമംഗലത്ത് കുറുവാ സംഘം എത്തിയെന്ന് സംശയിക്കുന്നുണ്ട്. മോഷ്ടാക്കളുടെ നിർണായക CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. എറണാകുളം റൂറൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പറവൂർ കുമാരമംഗലത്തെ 5 വീടുകളിലാണ് കുറുവ സംഘമെന്ന് സംശയിക്കുന്ന 2 പേർ എത്തിയത്. അർദ്ധനഗ്നരായി മുഖം മറച്ച് കയ്യിൽ ആയുധങ്ങളുമായിരുന്നു വരവ്. 2 വീടുകളിലെ CCTVകളിൽ ഇവരുടെ ദൃശ്യം പതിഞ്ഞു. വീടുകളുടെ പിന്നാമ്പുറത്തുള്ള വാതിൽ പൊളിക്കാനായിരുന്നു ശ്രമം. ബാക്ക് വശത്തു നിന്നാണ് സൗണ്ട് കേട്ടത്. അപ്പോൾ നമ്മൾ വാതിലിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് വാതിൽ അടഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷേ അടിയിലെ കുറ്റി ഇങ്ങനെ വിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പം മനസ്സിലായി ആരോ നമ്മൾ വാതിൽ ഇതാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളെയും സ്ത്രീകളെയും ലക്ഷ്യം വെച്ചാണ് തസ്കര സംഘത്തിന്റെ നീക്കം. പോലീസിൽ പരാതി നൽകിയെങ്കിലും നാട്ടുകാർ കടുത്ത ആശങ്കയിലാണ്. ഭയാനകരമായ ആശങ്കയാണ്. എന്ത് ചെയ്യും, എന്താണ് ഇതിനൊരു പ്രതിവിധി എന്നാണ് നമുക്കിപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്താണ് മെമ്പറെ ചെയ്യേണ്ടതെന്ന് വെച്ചു. കുറുവ സംഘമാണെന്ന് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പ്രാദേശിക മോഷണ സംഘങ്ങൾ കുറുവ വേഷം ധരിച്ചെത്തിയതാണോ എന്ന സംശയവുമുണ്ട്. പ്രദേശത്ത് രാത്രികാല പരിശോധന അടക്കം കർശനമാക്കിയതായി എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന അറിയിച്ചു. കുറുവ സംഘമാണെങ്കിലും അല്ലെങ്കിലും രാത്രികാലങ്ങളിൽ ഈ വീടുകളിലേക്ക് എത്തിയ ആളുകൾ ആരാണെന്ന് പോലീസ് കണ്ടെത്തണം. എന്നാൽ മാത്രമേ ഈ പ്രദേശത്തുള്ളവർക്ക് മനസ്സമാധാനമായി കിടന്നുറങ്ങാനാകൂ. കൊച്ചിയിൽ നിന്ന് സന്തോഷ് ശേഖർക്കൊപ്പം വിഷ്ണു സുരേഷ്, 24.